ഇന്ന് നമുക്ക് പേജ് നമ്പർ 65 പ്രോബ്ലംസ് ചെയ്തു നോക്കാം. Now list the factors of the numbers below like this. First question 64. നമുക്ക് 64ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി 64നെ ഫാക്ടറൈസ് ചെയ്യാം. 64 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് 64ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. ആദ്യം 6ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. 6ൽ 3 2 ആണുള്ളത്, കാരണം 3 × 2 6 ആണല്ലോ. സോ നമുക്ക് താഴെ 3 എന്ന് എഴുതാം. ഇനി 4ൽ എത്ര 2s ഉണ്ടെന്ന് നോക്കാം. 4ൽ 2 2 ആണുള്ളത്, 2 × 2 4 ആണല്ലോ. സോ നമുക്ക് താഴെ 2 എന്ന് എഴുതാം. ഇനി 32നെയും ഇതേപോലെ ചെയ്യാം. 32 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് 32ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. ആദ്യം 3ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. 3ൽ 1 2 ആണുള്ളത്, 1 × 2 2 ആണല്ലോ. സോ നമുക്ക് താഴെ 1 എഴുതാം. 1 × 2 2 ആണ്, 3 - 2 1 ആണ്. സോ ആ ബാലൻസ് ഉള്ള 1 നമുക്ക് മേലെ എഴുതാം. ഇനി ഈ ബാലൻസ് ഉള്ള 1ഉം നെക്സ്റ്റ് ഡിജിറ്റായ 2 കൂടി കൂട്ടി 12ൽ എത്ര 2s ഉണ്ടെന്ന് നോക്കാം. 12ൽ 6 2 ആണുള്ളത്, 6 × 2 12 ആണല്ലോ. സോ നമുക്ക് താഴെ 6 എന്ന് എഴുതാം. ഇനി 16നെയും ഇതേപോലെ ചെയ്യാം. 16 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് 16ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. ആദ്യം 1ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. 1ൽ 2 ഉണ്ടാവില്ല, കാരണം 1 2വിനേക്കാൾ ചെറിയൊരു നമ്പറാണ്. സോ നമുക്ക് അടുത്ത ഡിജിറ്റ് കൂടി കൂട്ടി 16ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. 16ൽ 8 2s ആണുള്ളത്, 8 × 2 16 ആണല്ലോ. സോ നമുക്ക് താഴെ 8 എന്ന് എഴുതാം. ഇനി 8നെയും ഇതേപോലെ ചെയ്യാം. 8 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് 8ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. 8ൽ 4 2s ആണുള്ളത്, 4 × 2 8 ആണല്ലോ. സോ നമുക്ക് താഴെ 4 എന്ന് എഴുതാം. ഇനി 4നെയും ഇതേപോലെ ചെയ്യാം. 4 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് 4ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. 4ൽ 2 2s ആണുള്ളത്, 2 × 2 4 ആണല്ലോ. സോ നമുക്ക് താഴെ 2 എന്ന് എഴുതാം. ഇനി 2ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. 2ൽ 1 2 ആണുള്ളത്. സോ നമുക്ക് താഴെ 1 എഴുതാം. അപ്പോൾ നമ്മുടെ ഫാക്ടറൈസേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ 64നെ നമുക്ക് 2 × 2 × 2 × 2 × 2 × 2, അതായത് 2�6 എന്ന് എഴുതാം. അപ്പോൾ 64ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ 2�6ൻ്റെ ഫാക്ടേഴ്സാണ്. 2�6ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 2 2�2, 2�3, 2�4, 2⁵, 2�6. ഇതൊക്കെയാണ് 64ൻ്റെ ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 125. 125ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 125നെ ഫാക്ടറൈസ് ചെയ്യാം. 125 ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, കാരണം ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണല്ലോ. സോ നമുക്ക് 5 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് 125ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കാം. ആദ്യം 1ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കാം. 1ൽ 5 ഉണ്ടാവില്ല, കാരണം 1 5വിനേക്കാൾ ചെറിയ നമ്പറാണ്. സോ അടുത്ത ഡിജിറ്റ് കൂടി കൂട്ടി 12. 12ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കാം. 12ൽ 2 5s ആണുള്ളത്, 2 × 5 10 ആണല്ലോ. സോ നമുക്ക് താഴെ 2 എന്ന് എഴുതാം. 2 × 5 10 ആണ്, 12 - 10 2 ആണ്. സോ ആ ബാലൻസ് ഉള്ള 2 നമുക്ക് മേലെ എഴുതാം. ഇനി ഈ ബാലൻസ് ഉള്ള 2ഉം അടുത്ത ഡിജിറ്റായ 5 കൂടി കൂട്ടി 25ൽ എത്ര 5 ഉണ്ടെന്നാണ് നോക്കേണ്ടത്. 25ൽ 5 5s ആണുള്ളത്, കാരണം 5 × 5 25 ആണല്ലോ. സോ നമുക്ക് താഴെ 5 എഴുതാം. ഇനി 25നെ ഇതേപോലെ ചെയ്യാം. 25 ഒരു ഓഡ് നമ്പറാണ്, അതുകൊണ്ട് 2 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് 5 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് 25ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കാം. ആദ്യം 2ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കാം. 2ൽ 5 ഉണ്ടാവില്ല, കാരണം 2 5വിനേക്കാൾ ചെറിയ നമ്പറാണ്. അപ്പോൾ അടുത്ത ഡിജിറ്റ് കൂടി കൂട്ടി 25ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കാം. 25ൽ 5 5s ആണുള്ളത്, 5 × 5 25 ആണല്ലോ. സോ നമുക്ക് താഴെ 5 എന്ന് എഴുതാം. ഇനി 5ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കാം. 5ൽ 1 5 ആണുള്ളത്. സോ നമുക്ക് താഴെ 1 എഴുതാം. അപ്പോൾ നമ്മുടെ ഫാക്ടറൈസേഷൻ കംപ്ലീറ്റ് ആയി. സോ നമുക്ക് 125 = 5 × 5 × 5, അതായത് 5�3 എന്ന് എഴുതാം. അപ്പോൾ 125ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ 5�3യുടെ ഫാക്ടേഴ്സാണ്. 5�3യുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 5 5�2 5�3. ഇതൊക്കെയാണ് 5�3യുടെ ഫാക്ടേഴ്സ്. സോ ഇതൊക്കെയാണ് 25ൻ്റെ ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 48. 48ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. അതിന് വേണ്ടി 48ൻ്റെ ഫാക്ടറൈസ് ചെയ്യാം. 48 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും.
സോ നമുക്ക് 48-ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. ആദ്യം 4-ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. 4-ൽ 2 2s ആണുള്ളത്, കാരണം 2 × 2 4 ആണല്ലോ. സോ നമുക്ക് താഴെ 2 എന്ന് എഴുതാം. ഇനി 8-ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. 8-ൽ 4 2s ആണുള്ളത്, കാരണം 4 × 2 8 ആണല്ലോ. സോ നമുക്ക് താഴെ 4 എന്ന് എഴുതാം. ഇനി 24-നെ ഇതേപോലെ ചെയ്യാം. 24 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് 24-ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. ആദ്യം 2-ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. 2-ൽ 1 2 ആണുള്ളത്, സോ നമുക്ക് താഴെ 1 എഴുതാം. ഇനി 4-ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. 4-ൽ 2 2s ആണുള്ളത്, കാരണം 2 × 2 4 ആണല്ലോ. സോ നമുക്ക് താഴെ 2 എന്ന് എഴുതാം. ഇനി 12-നെയും ഇതേപോലെ ചെയ്യാം. 12 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് 12-ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. 12-ൽ 6 2s ആണുള്ളത്, കാരണം 6 × 2 12 ആണല്ലോ. സോ നമുക്ക് താഴെ 6 എന്ന് എഴുതാം. ഇനി 6-നെയും ഇതേപോലെ ചെയ്യാം. 6 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് 6-ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. 6-ൽ 3 2s ആണുള്ളത്, 3 × 2 6 ആണല്ലോ. സോ നമുക്ക് താഴെ 3 എന്ന് എഴുതാം. ഇനി 3-ൽ എത്ര 3 ഉണ്ടെന്ന് നോക്കാം. 3-ൽ 1 3 ആണുള്ളത്, സോ നമുക്ക് താഴെ 1 എഴുതാം. അപ്പോൾ നമ്മുടെ ഫാക്ടറൈസേഷൻ കംപ്ലീറ്റ് ആയി. സോ 48-നെ നമുക്ക് 2⁴ × 3 എന്ന് എഴുതാം. അപ്പോൾ 48-ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ 2⁴ × 3-യുടെ ഫാക്ടേഴ്സാണ്. അപ്പോൾ 2⁴ × 3-യുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ആദ്യം 2⁴ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 1 2 2⁻², 2⁻3, 2⁴. ഇനി 3 × 2⁴ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 3 2 × 3, 2⁻² × 3, 2⁻³ × 3, 2⁴ × 3. അപ്പോൾ ഇതൊക്കെയാണ് 48-ൻ്റെ ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 45. 45-ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമുക്ക് 45-നെ ഫാക്ടറൈസ് ചെയ്യാം. 45 ഒരു ഓഡ് നമ്പറാണ്, അതുകൊണ്ട് 2 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് 5 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് 45-ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കാം. ആദ്യം 4-ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കാം. 4-ൽ 5 ഉണ്ടാവില്ല, കാരണം 4 5-നേക്കാൾ ചെറിയ നമ്പറാണ്. അപ്പോൾ അടുത്ത ഡിജിറ്റ് കൂടി കൂട്ടി 45-ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കാം. 45-ൽ 9 5 ആണുള്ളത്, 9 × 5 45 ആണല്ലോ. സോ നമുക്ക് താഴെ 9 എഴുതാം. ഇനി 9-നെ ഇതേപോലെ ചെയ്യാം. 9 ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് 2 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ 3 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 9-ൽ എത്ര 3 ഉണ്ടെന്ന് നോക്കാം. 9-ൽ 3 3s ആണുള്ളത്, 3 × 3 9 ആണല്ലോ. സോ നമുക്ക് താഴെ 3 എന്ന് എഴുതാം. ഇനി 3-ൽ എത്ര 3 ഉണ്ടെന്ന് നോക്കാം. 3-ൽ 1 3 ആണുള്ളത്, സോ നമുക്ക് താഴെ 1 എഴുതാം. അപ്പോൾ നമ്മുടെ ഫാക്ടറൈസേഷൻ കംപ്ലീറ്റ് ആയി. സോ നമുക്ക് 45-നെ 3⁻² × 5 എന്ന് എഴുതാം. അപ്പോൾ 45-ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ 3⁻² × 5-ൻ്റെ ഫാക്ടേഴ്സാണ്. ആദ്യം 3⁻²ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 1 3 3⁻² എന്നൊക്കെയാണ് 3⁻²ൻ്റെ ഫാക്ടേഴ്സ്. ഇനി 5 × 3⁻²ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 5 3 × 5 3⁻² × 5. ഇതൊക്കെയാണ് 45-ൻ്റെ ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 105. 105-ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ട് 105-നെ ഫാക്ടറൈസ് ചെയ്യാം. 105 ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് ഇതിനെ 2 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് 105-ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കാം. ആദ്യം 1-ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കാം. 1-ൽ 5 ഉണ്ടാവില്ല, കാരണം 1 5-നേക്കാൾ ചെറിയ നമ്പറാണ്. നമുക്ക് അടുത്ത ഡിജിറ്റ് കൂടി കൂട്ടി 10-ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കാം. 10-ൽ 2 5s ആണുള്ളത്, 2 × 5 10 ആണല്ലോ. സോ നമുക്ക് താഴെ 2 എന്ന് എഴുതാം. ഇനി 5-ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കാം. 5-ൽ 1 5 ആണുള്ളത്, സോ നമുക്ക് താഴെ 1 എഴുതാം. ഇനി 21-നെയും ഇതേപോലെ ചെയ്യാം. 21 ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് 2 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 21-ൽ എത്ര 3 ഉണ്ടെന്ന് നോക്കാം. ആദ്യം 2-ൽ എത്ര 3 ഉണ്ടെന്ന് നോക്കാം. 2-ൽ 3 ഉണ്ടാവില്ല, കാരണം 2 3-യേക്കാൾ ചെറിയ നമ്പറാണ്. സോ അടുത്ത ഡിജിറ്റ് കൂടി കൂട്ടി 21-ൽ എത്ര 3 ഉണ്ടെന്ന് നോക്കാം. 21-ൽ 7 3s ആണുള്ളത്, 7 × 3 21 ആണല്ലോ. സോ നമുക്ക് താഴെ 7 എഴുതാം. ഇനി 7 7 ഇതേപോലെ ചെയ്യാം. 7 ഒരു പ്രൈം നമ്പർ ആണല്ലോ. സോ നമുക്ക് 7-ൽ എത്ര 7 ഉണ്ടെന്ന് നോക്കാം. 7-ൽ 1 7 ആണുള്ളത്, സോ നമുക്ക് താഴെ 1 എഴുതാം.
അപ്പോൾ നമ്മുടെ ഫാക്ടറൈസേഷൻ കംപ്ലീറ്റ് ആയി. സോ 105നെ നമുക്ക് 5 × 3 × 7 എന്ന് എഴുതാം. അപ്പോൾ 105ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ 5 × 3 × 7ൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പോൾ ആദ്യം ഫാക്ടേഴ്സ് ഓഫ് 5 കണ്ടുപിടിക്കുക. ഫാക്ടേഴ്സ് ഓഫ് 5 ഏതൊക്കെയാണ്? 1 1ഉം 5ഉം. പിന്നെ 3 × ഫാക്ടേഴ്സ് ഓഫ് 5 ദാറ്റ് ഈസ് 3, 5 × 3. പിന്നെ 7 × ഫാക്ടേഴ്സ് ഓഫ് 5 ദാറ്റ് ഈസ് 7, 5 × 7. പിന്നെ ഇതിൽ 3 × 7ഉം 105ൻ്റെ ഒരു ഫാക്ടറാണ്. സോ നമുക്ക് 3 × 7 × ഫാക്ടേഴ്സ് ഓഫ് 5 കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 3 × 7, 5 × 3 × 7. സോ ഇതൊക്കെയാണ് 105ൻ്റെ ഫാക്ടേഴ്സ്.